നീറ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കോഴ്സസും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആ പാർട്ട് ബിയിൽ കിടക്കുന്ന 15 ക്വസ്റ്റ്യനിലെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. പിന്നെ എത്ര ഫീ ആണ് വരുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് ആസ്പിറൻസ് ആണോ നിങ്ങൾ? അപ്പോൾ നീറ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മെയ് 5-ാം തീയതി 2024 മെയ് 5-ാം തീയതി നടക്കാതിരിക്കുന്ന നീറ്റ് എക്സാമിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എന്റെ ബാക്ക് വാളിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇത് എന്താ പറയാ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് UG 2024ന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസം ഇപ്രാവശ്യത്തെ നീറ്റിന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ MBBS-ഉം BDS-ഉം എന്താണ് ആ രണ്ട് കോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് എക്സാം ആയിരുന്നു നീറ്റ് എങ്കിൽ ഇപ്രാവശ്യം കുറച്ച് കോഴ്സസും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ BAMS, BUMS, BSMS കോഴ്സസ്. ഓക്കെ, അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളായിട്ടുള്ള BAMS, BUMS, BSMS കോഴ്സുകൾക്കും അഡ്മിഷൻ നീറ്റ് UG പ്രകാരമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ BHMS കോഴ്സുകളും ഏതിലാണ് വരുന്നത്? നീറ്റിന്റെ ക്രൈറ്റീരിയയിൽ പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് MNS. ഓക്കെ, ശ്രദ്ധിക്കുക. ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ അത്ര എന്താണ് പോപ്പുലാരിറ്റി കിട്ടാത്ത ചില കോഴ്സുകളാണിത്. അതിൽ MNS എന്ന് പറയുന്നത് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ആണ്. വളരെ നല്ലൊരു കോഴ്സാണത്. അപ്പൊ ഈ പറയുന്ന ആംഡ് ഫോഴ്സസിന്റെ മെഡിക്കൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ BSc നഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന എന്താണ് ഒരു കോഴ്സാണത്. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നീറ്റ് UG ക്വാളിഫൈ ചെയ്യാം. നീറ്റ് UG ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതില് അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എൻട്രൻസിന്റെ പാറ്റേൺ ആണ് പറയുന്നത്. എക്സാമിന്റെ പാറ്റേണിൽ യാതൊരു മാറ്റവും ഇല്ല. എന്താണ് 200 ക്വസ്റ്റ്യൻസിന്റെ എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ ആ 200 ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾ ഓഫ് കോഴ്സ് എന്താണ് കുറെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് എന്താണ് പാർട്ട് A, പാർട്ട് B എന്ന് പറയുന്നത് ഇപ്പൊ +1, +2 എന്താണ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിനെ തന്നെ ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻസ് ആയിട്ട് തിരിക്കും. ഇനി ഫിസിക്സിൽ നിന്ന് ടോട്ടലി ഉണ്ടാവുക 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 50 ക്വസ്റ്റ്യൻസ്. ആ 50 ക്വസ്റ്റ്യൻസിലെ 35 ക്വസ്റ്റ്യൻ പാർട്ട് A ആണ്. ഈ പാർട്ട് Aയിലെ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അത് നിർബന്ധമല്ല, ഞാൻ പറഞ്ഞതാണ്. 35 ക്വസ്റ്റ്യനും വാല്യൂബിൾ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. 15 ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലാണ് കിടക്കുക. ആ പാർട്ട് ബിയിൽ കിടക്കുന്ന 15 ക്വസ്റ്റ്യനിലെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അതിലെ 10 ക്വസ്റ്റ്യനെ വാല്യൂ ചെയ്യുള്ളൂ, 5 ക്വസ്റ്റ്യൻസ് വാല്യൂ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ട്. ആ 15-ൽ നിങ്ങൾക്ക് അറിയാവുന്ന 10 എണ്ണം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ തന്നെയാണ് കെമിസ്ട്രിയും ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അത് 35 എന്ന് പാർട്ട് എയും 15 എന്ന് പറഞ്ഞ പാർട്ട് ബിയും ആയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളുടെ ബോട്ടണി ആയാലും 50 ആൻഡ് സുവോളജി 50. അപ്പം അതിന്റെ ക്രൈറ്റീരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബയോളജിക്ക് കൂടുതൽ എന്താണ് മുൻതൂക്കമുണ്ട്. അതായത് 100 ക്വസ്റ്റ്യൻസ് ആണ് ബയോളജിയിൽ നിന്നുണ്ടാവുക. അപ്പൊ അത് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എക്സാമിന്റെ ടൈം പറയുന്നുണ്ട് 3 hour 20 minutes ആണ്. 3 മണിക്കൂർ 20 മിനിറ്റ് ആണ് എക്സാമിന്റെ ടൈം. എന്നാണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മെയ് 5-ാം തീയതി. ഓക്കെ, മെയ് 5-ാം തീയതി 2024 മെയ് 5-ാം തീയതി സൺഡേ ആണ് വരുന്നത്. അന്ന് 2 PM to 5:20 PM 2 മണി തൊട്ട് 5:20 PM വരെയാണ് എന്ത് ചെയ്യുക, എക്സാം നടക്കുക. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പറയുന്ന താഴെ പറയുന്ന 13 ലാംഗ്വേജസിൽ എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ സബ്മിഷൻ ഫോർ ആപ്ലിക്കേഷൻ ഫോം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാ നോക്കുക, 9 ഫെബ്രുവരി 9th ഫെബ്രുവരിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, 9th മാർച്ച് വരെ. ഓക്കെ, നിങ്ങൾക്ക് 9th മാർച്ച് വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. സോ ഒരു ഹറിബറിയും വേണ്ട, സമാധാനമായിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എന്താ പറയാ വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ അപ്ലൈ ചെയ്താൽ മതിയാവും. പിന്നെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, 9th മാർച്ച് ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷന്റെ ഡേറ്റ് ഒക്കെ ഇനി എന്താണ് വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. പിന്നെ എത്ര ഫീ ആണ് വരുന്നത്? ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 1700 ആണ്. ആൻഡ് ജനറൽ കാറ്റഗറിയിൽ തന്നെ നമ്മുടെ EWS അല്ലെങ്കിൽ OBC കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ 1600 ആണ്. പിന്നെ SC/ST കുട്ടികളാണെങ്കിൽ എന്താണ് 1000 rupees ആണ് അവിടെ വരുന്നത്. പിന്നെ പ്രോസസിംഗ് ചാർജ് ആ സാധനങ്ങളൊക്കെ എന്താണ് അപ്ലിക്കബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എക്സാമിനേഷൻ സിറ്റിയും പിന്നീട് വെബ്സൈറ്റിൽ കാണിക്കും. അതേപോലെ അഡ്മിറ്റ് കാർഡും പറയും. പിന്നെ അതേപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട് 5th May
മറക്കരുത് 5th May 2024 ആണ് എക്സാം വരുന്നത്. 200 മിനിറ്റ്സ് ആണ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ടൈമിംഗ് ഓഫ് എക്സാമിനേഷൻ 2 PM to 5:20 PM. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അവിടെ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ടിന്റെ ഡേറ്റ് വരെ പറയുന്നുണ്ട്. 14th June 2024. 14th June 2024 റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റാർ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. OBC അല്ലെങ്കിൽ എന്താണ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ അതിനനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വാങ്ങേണ്ടതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. എന്താ പറയാ, ഓൺലൈൻ മോഡിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ്, വെബ്സൈറ്റിലേക്ക് നിങ്ങൾ സാധനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റാസ് കൊടുക്കുക. പിന്നെ എന്താണ്, ഒരു കാൻഡിഡേറ്റിന് ഒറ്റ പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് തെറ്റുകൾ വരുത്താതിരിക്കുക. പിന്നെന്താണ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായി എന്താണ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമെയിൽ റെഗുലർലി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ ചെക്ക് ചെയ്യുക. SMS കാര്യങ്ങൾ വരുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്നും തെറ്റാതെ കൊടുക്കുക. അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID ഈ 2 സാധനങ്ങൾ തെറ്റരുത്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അത് തെറ്റാതിരിക്കാൻ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന 2024 പ്രോസ്പെക്ടസും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആപ്ലിക്കേഷന്റെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നിങ്ങൾ ആദ്യമേ തന്നെ കരുതേണ്ടതെന്നും, അതായത് ഏതൊക്കെ തരം ഫോട്ടോഗ്രാഫ്സിന്റെ ഡയമെൻഷൻസ്, ഫിംഗർ പ്രിന്റ്സിന്റെ ഡയമെൻഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വേറെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, താഴെ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഏത് സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് അവൈലബിൾ ആയിരിക്കും. അപ്പോ വളരെ ഹറിബറി ഒന്നും കാണിക്കാതെ വളരെ നോർമലി പോയിട്ട് കാര്യങ്ങളൊക്കെ സാവധാനം ചെയ്ത് കൃത്യമായി അപ്ലൈ ചെയ്യുക. ആൻഡ് സക്സസ്ഫുൾ ആയി പോയി എക്സാം എഴുതുക. സോ താങ്ക് യു.